ചേമ്പിൻ്റെ തളിരില കൊണ്ട് തിരുള് കറിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിലെ 10 ഇലക്കറികളിൽ ഒരു ഇല ചേമ്പിലയാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ ഇല എങ്ങനെയാണ് ഈ കറി വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ചേമ്പിൻ്റെ ഇല പറിക്കാൻ പോകാം കേട്ടോ. നമുക്കിത് ചേമ്പിൻ്റെ ഇല, ഇത് നമ്മുടെ പാൽ ചേമ്പില്ല അതിൻ്റെ ഇലയാണ്. അതുപോലെ തന്നെ കൊല്ലിത്താളിൻ്റെ ഇലയും നമ്മളിങ്ങനെ കറി വെക്കും. ഇത് പാൽ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ചേമ്പിൻ്റെ ഇല ഇത് ഇത്തിരി മൂപ്പുള്ളതാണ്. അപ്പോൾ എങ്ങനെയുള്ള ഇലയാണ് അത് എടുക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, നല്ല കൂമ്പ് ആണ് എടുക്കേണ്ടത്. തിരുള് എന്നൊക്കെ പറയും. ഇത് കണ്ടോ, തിരുളോ അല്ലെങ്കിൽ കൂമ്പ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കൂമ്പ് എടുത്തിട്ട് അപ്പം വലിയ ഇല ആയതുകൊണ്ട് നമുക്ക് 1-2 ഇലകൾ മാത്രം മതി, കാരണം ഒരുപാട് ചുരുട്ട് കിട്ടും അതിൽ നിന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതാ ഇതിൻ്റെ എല്ലാം നോക്കണം. അതിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം നന്നായി നോക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ അത് കത്തിയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇതിന് കൈകൊണ്ട് തന്നെ ഇനി നമ്മളതിൽ ഇങ്ങനെ ഇത് കണ്ടോ, നല്ല ഇത് കണ്ടോ, ഞാൻ ഒന്ന് വാട്ടിയിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കീറി കളഞ്ഞിട്ട് തിരിപോലെ ആയിട്ട് കണ്ടോ പീസ് ആക്കിയിട്ട് നമ്മളിത് ചുരുട്ടിയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് അതിലൊരു കെട്ടിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ തിരിപോലെ ആക്കിയിട്ട് ഒരു കെട്ടിട്ടെന്ന് കൊണ്ടായിരിക്കും പണ്ടുള്ളവർ തിരുള് കറി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത്. കെട്ടിട്ടിട്ട് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് നോക്കൂ, കറി ഞാൻ ഒരു ഇതും എടുത്തിട്ടില്ല, കത്തിയൊന്നും എടുത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ ഇത് കണ്ടോ, ഇതേപോലെ ചെയ്തിട്ട് ഒറ്റയൊരു കെട്ട്. വളരെ ശ്രദ്ധിച്ച് വേണം, ഇലയായല്ലേ കീറിപ്പോവും. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം ഇങ്ങനെ ചെയ്യാൻ. എന്തായാലും നല്ല ടേസ്റ്റാണ്. എന്താണ് അപ്പോൾ ഇത് കുറച്ച് 2 ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ 2 ഇലേൻ്റെ കെട്ട് ഇതാ ചുരുട്ടി കെട്ടിയിട്ടുണ്ട്. തിരുളായിട്ട് കറി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം. ഇത് കണ്ടാൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളി എടുത്തിട്ടുണ്ട്, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിൽ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരച്ച് വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, തേങ്ങ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു. കുറച്ച് വെള്ളവും ചേർത്തു, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു, പുളിയും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുള് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിനി പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതങ്ങ് ഇനി തിളച്ചോട്ടെ, പതുക്കെ അവിടെ നിന്നങ്ങ് വെന്തോട്ടെ. നല്ല ടേസ്റ്റാണ്. തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ആ ചെറിയ ഉള്ളിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് വന്ന് ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തായാലും കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഇലക്കറികളൊക്കെ കഴിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ ചേമ്പില കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഉയർന്ന അളവിൽ വൈറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ അണുബാധകളിൽ നിന്ന് പോലും രക്ഷിക്കുന്നു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഒക്കെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദഹനമൊക്കെ മെച്ചപ്പെടുത്തുന്നു. ഒരുപാട് നാരുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പൊട്ടാസ്യവും ഒക്കെ ഉണ്ട് ഒരുപാട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇലകളൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.